Hi friends, welcome to Shameeskitchen kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മധുരൈ സ്പെഷ്യൽ വെള്ളയപ്പവും നല്ല സ്പൈസി ഗ്രീൻ ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. എന്നാൽ ശരി വേഗം തന്നെ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നേ നോക്കാം. നമ്മുടെ ഈ വെള്ളയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഒരു കപ്പ് നിറയെ പച്ചരി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം അളവിലാണ് കേട്ടോ. ഇപ്പോൾ ഈ പച്ചരിക്ക് പകരം ചിലരെങ്കിലും ഇഡ്ഡലി അരി ആയിരിക്കും വാങ്ങുന്നത്. എങ്കിൽ പിന്നെ ഇഡ്ഡലി അരി തന്നെ ചേർക്കാവുന്നതാണ്. ഒരു കപ്പ് അളവിൽ ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ പച്ചരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഉഴുന്നും കൂടിയാണ്. ഒരു കപ്പ് അളവിൽ അരി എടുക്കുമ്പോൾ 1/4 കപ്പ് അളവിലാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഉഴുന്ന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒരു 3-4 പ്രാവശ്യം നമ്മുടെ അരിയും ഉഴുന്നും എല്ലാം ഒന്ന് കഴുകിയെടുക്കാം. നമ്മുടെ അരിയും ഉഴുന്നും എല്ലാം നന്നായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ അരിയും ഉഴുന്നും ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം. കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഒന്ന് വെള്ളത്തിലിട്ടിരിക്കണം. അത്രയും സമയം കൊണ്ട് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. 3 മണിക്കൂറും കുറച്ചും കൂടി കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ 3 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിക്കോളും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് കുതിരാൻ വെച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ അരിയും ഉഴുന്നും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒന്നുകിൽ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിലേക്കോ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ഒന്ന് അരയ്ക്കാനായിട്ട് കേട്ടോ. വെള്ളം കൂടിപ്പോകരുത്. നല്ല കട്ടിക്ക് തിക്കായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ മിക്സിയുടെ ജാറിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ തന്നെ തിക്കായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു ബോളിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ മാവൊക്കെ ഇതുപോലെ നരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞ തേങ്ങ അതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു 6-7 കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മുഴുവനെ ചേർക്കണ്ട, ഒന്ന് ചതച്ച് ചേർത്താൽ മതിയാവും. പൊടി ചേർക്കരുത് കേട്ടോ. ഇനി വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി. ഇനി വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടിയാണ്. ഞാനിപ്പോൾ 2 ചെറിയ പച്ചമുളകിൽ 2 എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് മതിയാവും. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. കൂടെ പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു പിഞ്ചളവിലും മാത്രം കായപ്പൊടിയും കൂടിയാണ്. അതും കൂടി ചേർക്കാം. നമ്മുടെ ഈ വെള്ളയപ്പം നമ്മളിത് ഉടൻ തന്നെ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുകയാണ്. അതല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ നമ്മളിതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബേക്കിംഗ് സോഡ ചേർക്കാതെ തന്നെ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഉടൻ തന്നെ ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒന്നുകിൽ സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർക്കാവുന്നതാണ്. ചെറിയ ജീരകവും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. 5 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചട്നി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ ചട്നി തയ്യാറാക്കിയെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ഒരു 1/2 കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇച്ചിരി എരിവുള്ള ചട്നി തന്നെയാണ്. അതിൻ്റെ പേരിലാണ് 3 പച്ചമുളക് ചേർക്കുന്നത്. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ട് മതിയെങ്കിൽ 1 പച്ചമുളകോ അല്ലാന്നുണ്ടെങ്കിൽ 2 ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടിയാണ്. മല്ലിയില കൂടണ്ട, കുറച്ച് മതിയാവും. കൂടെ തന്നെ നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ ചെറിയൊരു ബൗളിലേക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചട്നിയിലേക്ക് നമുക്ക് ഇനി താളിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ വെള്ളയപ്പം ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ മാവ് ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം ഇതുപോലെ ഒരു സവാളയുടെ പകുതി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും കൂടി നമുക്ക് ചേർക്കാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ സവാള ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സവാളയുടെ ആ ഒരു വെള്ളം നമ്മുടെ മാവിലേക്ക് ഇറങ്ങും. അതുപോലെ തന്നെ പ്രത്യേക ഒരു കുത്തലും മണവും ടേസ്റ്റും ഉണ്ടല്ലോ നമ്മുടെ സവാളയ്ക്ക്. അത് നന്നായിട്ട് ഈ മാവിലുണ്ടാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ പൊരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം സവാള ചേർത്ത് കൊടുത്താൽ മതിയാവും.
ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കയ്യിലേക്ക് ഒരു അല്പം വെള്ളം നനച്ചിട്ട് നമുക്ക് മാവ് ആവശ്യമായിട്ടുള്ള മാവ് കോരി ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു അല്പമായിട്ട് മാവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വലിയ സൈസിൽ മാവ് ചേർക്കാവുന്നതാണ്. ഒന്നുകിൽ കൈ കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ തവി നമുക്ക് വെള്ളത്തിൽ നനച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഇത് കോരി ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെക്കരുതെങ്കിൽ പിന്നെ അകം വേകാതെയും പുറം കളറ് മാറിയും കിട്ടും. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് എല്ലാ മാവും കോരി ഒഴിച്ച് വെള്ളയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു വെള്ളയപ്പമാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു ചട്നിയും വെള്ളയപ്പവും മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ട് എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. എത്ര രുചികരവും എളുപ്പത്തിലുമാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.